ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി നാളെയും മറ്റന്നാളുമായി തിയേറ്ററിലെത്തുന്ന വിവിധ സിനിമകളുടെ പ്രീസെയിൽ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ നായകനായി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ നാളെ ഓഗസ്റ്റ് 28 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സോനു ടി.പി. ആണ്. മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, സബിത ആനന്ദ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. നിലവിൽ ഇതുവരെ ഈ സിനിമ കേരളത്തിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ കളക്ട് ചെയ്തിരിക്കുന്നത് 1,40,00,000 രൂപയാണ്. രാത്രിയോടെ 1.5 കോടിയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുൽഖർ സൽമാന്റെ ലോക യൂണിവേഴ്സലിലെ ചാപ്റ്റർ 1 ചന്ദ്ര നാളെ തിയേറ്ററിലെത്തുകയാണ്. നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ് എന്നിവർ ക്യാമിയോ റോളിലും ഈ ചിത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ സിനിമ കേരളത്തിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ 60 ലക്ഷത്തോളം രൂപയാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഫഹദ് ഫാസിൽ നായകനെ അൽതാഫ് സലീം തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമ നിലവിൽ കേരളത്തിൽ 20 ലക്ഷത്തോളം രൂപയാണ് അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. രജനീകാന്ത് നായകനെ ലോകേഷ് കനകരാജ് തിരക്കഥഴി സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമ ഇന്നലെ 13-ാം ദിവസമായ ചൊവ്വാഴ്ച കേരളത്തിൽ 15,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 13 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 24,75,00,000 രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 134,45,00,000 രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി 65,15,00,000 രൂപയുമാണ് ആദ്യ 13 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 43,15,00,000 രൂപയും ഹിന്ദി മേഖലാ കളക്ഷനായി 46 കോടി ഉൾപ്പെടെ 313,15,00,000 രൂപയാണ് ആദ്യ 13 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 175 കോടി ഉൾപ്പെടെ 488,50,00,000 രൂപയാണ് ഈ സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. വാർ 2 ഇന്നലെ 13-ാം ദിവസമായ ചൊവ്വാഴ്ച കേരളത്തിൽ 1,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. 13 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,08,00,000 രൂപയാണ്. 13 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 271,50,00,000 രൂപയും വിദേശ കളക്ഷൻ 76 കോടി രൂപയുമാണ്. ടോട്ടൽ 13 ദിവസം കൊണ്ട് 347,50,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയകുമാർ അറോറ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സൺ ഓഫ് സർദാർ 2. 2012 തിയേറ്ററിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അജയ് ദേവ്ഗൺ, മൃണാൾ താക്കൂർ, രവി കിഷൻ, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഫൈനൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 56,03,00,000 രൂപയും വിദേശ കളക്ഷനായി 11 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 67,03,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 150 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പരാജയം സംഭവിച്ചിരിക്കുകയാണ്. ഷാസിയ ഇക്ബാൽ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധഡക് 2. സിദ്ധാർത്ഥ് ചതുർവേദി, ട്രിപ്റ്റി ട്രിമി എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 27,78,00,000 രൂപയും വിദേശ കളക്ഷനായി 4,60,00,000 രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. ടോട്ടൽ 32,38,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഗൗതം തിന്നന്നൂരി തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ 31 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയാണ് കിങ്ഡം. വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോൾസെ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 60,79,00,000 രൂപയും വിദേശ കളക്ഷനായി 21,25,00,000 രൂപയുമാണ്. 130 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 82,04,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ചിത്രത്തിന്റെ OTT റിലീസും ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഓഗസ്റ്റ് 8 തിയേറ്ററിൽ വമ്പൻ തകർച്ച നേരിട്ട ബോളിവുഡ് സിനിമയാണ് ആന്താസ് 2. സുനിൽ ദർശൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ് കുമാർ, അഗൈഷ, നടാഷ ഫെർണാണ്ടസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 60 ലക്ഷം രൂപ മാത്രമാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. ചിത്രം തിയേറ്ററിലെത്തി 33-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയും ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3 കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു. 33 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 279,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 26 കോടി രൂപയാണ്. ആദ്യ 33 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 305,50,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അർജുൻ അശോകൻ നായകനായി അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവര. രേവതി ശർമ്മ, അശോകൻ, ഷെബിൻ ബെൻസൺ, ശരത് സഫ, ദേവദർശിനി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 27,70,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. 5 ദിവസം കൊണ്ട് 1,53,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ സിനിമയാണ് സുമതി വളവ്. ഈ സിനിമ 26-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 12,25,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. ടോട്ടൽ 20,08,00,000 രൂപയാണ് 26 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 27,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. സൂഫ്രംസോ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപയാണ്. 26 ദിവസത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 7,79,00,000 രൂപയുമാണ്. 4 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 112 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.